ഇപ്പോൾ ഗൂഗിളിനോട് ചോദിച്ചിരുന്ന കാലത്ത് ഗൂഗിളിനോട് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ ഗൂഗിൾ കുറേ ആർട്ടിക്കിൾസ് തരും. പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൽ ഏത് ആർട്ടിക്കിളാണ് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മളൊരു അസംഷനാണ് ഡോക്ടറോട് പറയാം, ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടിയെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ChatGPT ഒക്കെ വന്നപ്പോഴുള്ള മാറ്റം എന്താ വെച്ചാൽ, നമ്മളൊരു രോഗലക്ഷണങ്ങൾ പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തുനിന്ന് ഒറ്റ ആൻസറാണ് കിട്ടുന്നത്, ഒരു ലിസ്റ്റ് ഓഫ് ആൻസേഴ്സ് അല്ല, ഒറ്റ ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ ഹാലൂസിനേഷൻ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ChatGPT ഒക്കെ ചിലപ്പോൾ നല്ല തെറ്റുത്തരം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതും വിശ്വസിക്കും. പക്ഷെ ഇപ്പം അത് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അതായത് ഇതിൻ്റെ ഹാലൂസിനേഷൻ്റെ റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. തെറ്റുത്തരം തരുന്നത് തന്നെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയാം. അപ്പോൾ ഇനി ഭാവിയിൽ ഈ ഹെൽത്ത് കെയർ ശരിക്കും ആൾക്കാർ ഗൂഗിളിൽ നോക്കി എന്ന് പറഞ്ഞ് വരല്ലേ ചെയ്യുക. അതായത് ഒരു നല്ല ലെവലിൽ ആൾക്കാർക്ക് വേണ്ടുന്ന കൺസൾട്ടേഷൻ കൊടുക്കാൻ AI ടൂളുകൾക്ക് കഴിയും. അത് വലിയൊരു ഷിഫ്റ്റാണ്. ഇപ്പോൾ ഹെൽത്ത് കെയറിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോട്ടോക്കോളിന് പകരം കുറച്ചും കൂടെ പേഴ്സണലൈസേഷൻ വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇപ്പം നിങ്ങൾ ChatGPTയോട് ചോദിക്കുമ്പോൾ ChatGPTക്ക് ഇതിന് മുൻപ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അറിയാം. നമ്മളെക്കുറിച്ചുള്ള മെമ്മറി ഉണ്ട്, നമ്മളെക്കുറിച്ചുള്ള ഒരു പേഴ്സോണ അതിനടുത്തുണ്ടാവും. അതുപോലെ ഇത് നമ്മുടെ ഫോണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള ആശയങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം നമ്മളെ ഫോൺ തന്നെ ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസ് ആയിട്ട് മാറുക. അതായത് ഇനി ഫോണിലൊക്കെ വരുന്ന അടുത്ത ഒരു ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയേണ്ടത് ഇനി അടക്കോ തുറക്കോ അല്ലെങ്കിൽ വലിച്ചു നീട്ടിയിട്ട് വലിയ സ്ക്രീൻ ആവുമോ, ഫോണിൽ നിന്ന് ഡ്രോണ് പാറുമോ എന്നുള്ളതൊന്നുമല്ല. പകരം അടുത്തത് ഒരു നല്ല പോസിബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാൻ ഗ്യാപ്പ് ഉള്ളത്, നമ്മൾ ഫോണുകളൊക്കെ ഇപ്പോൾ ഭയങ്കര ഡംബാണ്. അതായത് കുറേ ബുദ്ധിയൊന്നുമില്ല, എന്നാൽ കുറേ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ട് താനും. കാരണം ആ ബുദ്ധി വെച്ചിട്ടാണ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോകൾ റെക്കമെൻഡ് ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാമിൽ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും മറ്റുള്ളതൊക്കെ ആ ഒരു അൽഗോരിതം തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ കപ്പാസിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ട് നമ്മുടെ ലൈഫിൽ എല്ലാ മേഖലകളിലും, അതിപ്പോൾ ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു പേഴ്സണലൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ടെക്നോളജിക്ക് കഴിയും. അതായിരിക്കും ഇനി ഒരു പക്ഷേ ഗൂഗിളിൽ ചോദിക്കുന്ന ആൾക്കാരാവില്ല ഇനി ഉണ്ടാവുക. പകരം AI ചോദിച്ചിട്ട് ആ ഒരു ഫീഡ്ബാക്കും കൊണ്ട് വരുന്ന ആൾക്കാരായിരിക്കും അധികം ഉണ്ടാവുക. ഏറ്റവും ചീപ്പസ്റ്റ് ഡാറ്റ ഇന്ത്യക്കാർക്കാണ്. നമുക്ക് എല്ലാവർക്കും ചീപ്പസ്റ്റ് ഡാറ്റ കിട്ടുന്നുണ്ട്. ഒരു സാധനം ചീപ്പായിട്ട് കിട്ടിയാൽ പിന്നെ അതിന് വില ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ പിന്നെ നമുക്ക് അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയില്ല. സത്യം. ഇത്രയും ഡാറ്റ ലോകത്ത് ചീപ്പായിട്ട് കിട്ടിയിട്ട് നമ്മൾ സയൻറ്റിഫിക്കലി ഒരുപാട് മുന്നേറിയോ, ടെക്നോളജിക്കലി ഒരുപാട് മുന്നേറിയോ, ആസ് എ സൊസൈറ്റി നമ്മൾ ഒരുപാട് എമേർജ് ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ കുറേ കിട്ടുക എന്നുള്ളതല്ല ആവശ്യം. പകരം ഒരു തെരഞ്ഞെടുപ്പ്, ആൾക്കാർ എപ്പോഴും തെരഞ്ഞെടുക്കൽ എപ്പോഴാണെന്ന് അറിയും, ലിമിറ്റഡ് ഉണ്ടാകുമ്പോൾ ആ ലിമിറ്റേഷൻസ് ആണ് ശരിക്കും നമ്മൾ അതിലെ ഒബ്ജക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കുക, ലിമിറ്റഡ് റിസോഴ്സ് ഉണ്ടാകുമ്പോൾ. അപ്പം ആ ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷനിലൂടെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഭാഗം. അതായത് നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താൻ വേണ്ടുന്ന ഒരു മാനസിക പക്വത നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. എപ്പോഴും സംസാരിക്കുന്ന കൂട്ടത്തിൽ ഫ്യൂച്ചറിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കും, ഒരു 10 വർഷം കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പം എനിക്ക് ആളുകൾക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്കപ്പുറം 2050 എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും, ഞാനത് ചോദിക്കാം. അതിൽ ടെക്നോളജി പരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവാന്നറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്.